ഇന്ന് നിങ്ങളവിടെ നിൽക്കുന്നത് യാദൃശ്ചികമായിട്ടല്ല. ജീവിതത്തിൽ നടന്ന ഓരോ പരാജയങ്ങളും ഓരോ വേദനയും ഓരോ നഷ്ടവും ഓരോ തകർച്ചയും ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമേ അതിന്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. മുന്നോട്ട് നോക്കുമ്പോൾ ജീവിതം ആശയക്കുഴപ്പം തന്നെ, പക്ഷെ പിന്നോട്ട് നോക്കുമ്പോഴോ നമ്മുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് എല്ലാം വ്യക്തമാവണമെന്നില്ല, പക്ഷെ നിങ്ങൾ നടക്കുന്നത് നിർത്തരുത്. നിങ്ങളുടെ ഹൃദയം പറയുന്ന വഴിയിലൂടെ നടക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ജീവിച്ച മനുഷ്യനെ ഒരിക്കലും ലോകം ഓർക്കില്ല. അതായത് സ്വന്തം ഉള്ളിലെ ശബ്ദം കേട്ട് ജീവിതം രചിച്ചവരാണ് ആ മനുഷ്യരാണ് ചരിത്രം എഴുതിയത്. എല്ലാം നന്നായി പോകുമ്പോൾ ആത്മവിശ്വാസം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആരോഗ്യമുണ്ട്, കുടുംബമുണ്ട്, പണമുണ്ട്, എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കും. പക്ഷെ ജീവിതം നിങ്ങളെ നിലത്തിട്ട് അടിക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ വിജയത്തെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംശയിക്കുമ്പോൾ, നിങ്ങൾ തന്നെ നിങ്ങളെ സംശയിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് യഥാർത്ഥ പോരാട്ടം ആരംഭിക്കുന്നത്. ഭയം നിങ്ങളോട് പറയും, നിനക്ക് കഴിയില്ല, ഇനി വൈകിപ്പോയി, ആളുകൾ എന്ത് പറയും. പക്ഷേ ഓർമ്മിക്ക്, ഭയം ഒരു പ്രവചനമല്ല, അതൊരു വികാരം മാത്രമാണ്. വികാരം മാറും, പക്ഷേ ജീവിത തത്വങ്ങൾ അതൊരിക്കലും മാറില്ല. അച്ചടക്കം, കഠിനാധ്വാനം, സ്ഥിരത, ഉത്തരവാദിത്വം, ഇവയുടെ അവസാനം എപ്പോഴും പ്രതിഫലമുണ്ട്. രാവിലെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ലേ? ആർക്കാണ് എല്ലാ ദിവസവും എഴുന്നേൽക്കാൻ തോന്നുക? ഒരു മോട്ടിവേഷൻ കിട്ടണില്ലേ? ആർക്കാണ് എല്ലാ ദിവസവും മോട്ടിവേഷൻ കിട്ടുക? വിജയിക്കുന്നവര് തോന്നുമ്പോൾ ചെയ്യുന്നവരല്ല, തോന്നാത്ത ദിവസങ്ങളിലും ചെയ്യുന്നവരാ. ഇന്ന് നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ ഒരു പക്ഷേ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു സ്വപ്നം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ ഒരു വർഷം പിന്നോട്ട് തള്ളും. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു പ്രഖ്യാപനം നടത്തും. ഞാൻ തോൽക്കില്ല, ഞാൻ സാഹചര്യങ്ങളുടെ അടിമയല്ല, ഞാൻ വികാരങ്ങളുടെ തടവുകാരനല്ല. വീണാൽ ഞാൻ വീണ്ടും എഴുന്നേൽക്കും, കൂടുതൽ ശക്തനായി, കൂടുതൽ ബുദ്ധിമാനായി, കൂടുതൽ ധൈര്യത്തോടെ. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ അധ്യായം ഇതുവരെ എഴുതിയിട്ടില്ല. ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല പ്രധാനം. ഇന്ന്, ഇപ്പോ, ഈ നിമിഷം നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് എന്നതാണ് പ്രധാനം. വീണ് കിടക്കുകയാണെങ്കിൽ എഴുന്നേൽക്ക്, മുന്നോട്ട് നടക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാട്. കാരണം ലോകം മാറ്റുന്നത് കഴിവുള്ള ആളുകളല്ല, ഒരിക്കലും കീഴടങ്ങാത്ത ആൾക്കാരാ.